തനിക്ക് പ്രത്യക്ഷനായ ദൈവത്തോട് മോശ ചോദിക്കുകയാണ്, ദൈവമേ അങ്ങയുടെ പേരെന്താണ്? ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. മോശയ്ക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായി. കാരണം അബ്രഹാമായിരുന്നു, അബ്രഹാമാക്കി ബഹുജാതികളുടെ പിതാവാക്കി. ഇസ്ഹാക്ക് ദൈവം തന്നെ ഇട്ട പേരാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ചിരിയില്ലാഞ്ഞിടത്ത് ചിരിയുണ്ടാക്കി, ശുഭഭാവി കൽപ്പിച്ചു. യാക്കോബ് ഇസ്രയേലായി, സാധാരണ മനുഷ്യൻ ഒരു രാജ്യമായി. പക്ഷെ മോശയുടെ പേര് ദൈവം മാറ്റിയില്ല. കാരണം വീണ്ടെടുപ്പുകാരനായ മോശയെ വീണ്ടെടുത്ത ഒരു മിസ്രയീമ്യ രാജകുമാരി, അവളുടെ പേര് കറക്റ്റായിരുന്നു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. ആ വെള്ളം ഒരു വചനമായിരുന്നു. ആ വെള്ളത്തിനൊരു മീനിങ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന എല്ലാ വെള്ളത്തിനും ഒരർത്ഥമായിരുന്നു. ചെങ്കടൽ, അത് ദൈവം എഴുതി. അവർ ചെങ്കടലിൽ സ്നാനമേറ്റു. മാറ, അത് കയ്പിനെ മധുരമാക്കുന്ന വെളിപ്പാട്. ഏലീം, 12 നീരിറവ്, 70 ഈന്തപ്പന, 12 ശിഷ്യന്മാർ, 70 പേർ അയക്കപ്പെട്ടവർ. മെരീബ, കലഹജലം, ജനം ദൈവത്തോട് മത്സരിച്ച കലഹജലം. പുതിയ നിയമത്തിലോട്ട് വന്നാലോ, വെള്ളം വീഞ്ഞായി. ഈ പ്രമാണം കർത്താവ് വീഞ്ഞാക്കി. അങ്ങനെ മോശയുടെ പേര് ദൈവം മാറ്റിയില്ല. പക്ഷേ മോശ ഒരു പ്രമാണമായി, മോശ ഒരു വചനമായി.